الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദുൽഖഅദ് മാസത്തിന്റെ രണ്ടാം പകുതിയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഏതാനും ദിവസങ്ങൾ മാത്രം പൂർത്തിയാകുമ്പോൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിനകം തന്നെ നമ്മുടെ നാടുകളിൽ നിന്ന് പുണ്യകരമായ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച്
ആളുകൾ യാത്ര പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു വിഭാഗം ആളുകൾ ഇതിനകം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് മക്കയിൽ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജിനൊരുങ്ങിയിട്ടുള്ള എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അത് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രം പ്രത്യേകതയുള്ള പുണ്യകരമാക്കപ്പെട്ട ദിനങ്ങളല്ല. അല്ലെങ്കിൽ ഹാജിമാർക്ക് മാത്രം സവിശേഷ പ്രാധാന്യവും പുണ്യവുമുള്ള ദിവസങ്ങളല്ല ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. മറിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും സവിശേഷമായ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യവും പുണ്യവും പ്രതിഫലവും ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടകരമാകുന്ന ദിനങ്ങൾ, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹാജിമാരല്ലാത്ത തങ്ങളുടെ നാടുകളിൽ വസിക്കുന്ന എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ, തങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസ് വഴി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളെക്കാൾ അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ പ്രിയങ്കരമാകുന്ന, ഇഷ്ടകരമായി തീരുന്ന മറ്റൊരു ദിവസങ്ങളുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഒരു റമദാനിന് ഒരുങ്ങുന്നത് പോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങേണ്ടുന്ന, നനച്ചുകുളി നടത്തേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലൂടെയും കടന്നു പോകേണ്ടുന്ന, അതുവഴിയൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം തേടേണ്ടുന്ന, അതുവഴി സ്വർഗം ഉറപ്പിക്കേണ്ടുന്ന, നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും നേടിയെടുക്കേണ്ടുന്ന സവിശേഷമായ ദിനങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിൽ കടന്നു വരാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, മാ അമില ഇബ്നു ആദം യൗമൻ നഹ്രി അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 10 ദിനങ്ങളിലെ സമാപനം കുറിക്കുന്ന ദുൽഹജ്ജ് 10-ാം ദിവസം യൗമുൻ നഹർ എന്നാണ് അതറിയപ്പെടുന്നത്. ബലിദിനം എന്നാണ് അതിന്റെ അർത്ഥം. ബലി അറുക്കുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ദിവസമാണ്. ആ ദിവസത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ കർമ്മം എന്ന് പറയുന്നത് ബലി അറുക്കലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉളുഹിയ്യത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് സവിശേഷമായി തിരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമകളാണ് അവന്റെ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളമായി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുള്ള, ജീവചരിത്രം പറഞ്ഞു തന്നിട്ടുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഏറ്റവും സവിശേഷതയുള്ള പ്രവാചകനാണ് നമ്മുടെ മില്ലത്തിന്റെ തന്നെ പിതാവായ
അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നൽകപ്പെട്ട വിശേഷണം പോലെ തന്നെ അദ്ദേഹം സകല പ്രവാചകന്മാരുടെയും പിതാവായി, അഭിവന്യ പിതാവായി ഗണിക്കപ്പെടുന്ന മഹാപ്രവാചകനാണ്. അള്ളാഹുവിന്റെ ഖലീൽ എന്ന അപരനാമം ലഭിച്ചിട്ടുള്ള മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവ കഥകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ തൗഹീദിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, ആ മാർഗത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, പ്രയാസപ്പെടുത്തലുകൾ, വെല്ലുവിളികൾ, അതിനെയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കഥകൾ, ഇതൊക്കെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും ഒടുവിൽ സ്വന്തം സമൂഹത്തിൽ തൗഹീദി പ്രബോധനം നിർവഹിച്ചതിനെ തുടർന്ന് പിതാവടക്കമുള്ള തന്റെ കുടുംബത്തിന്റെയും തന്റെ സമൂഹത്തിന്റെയും എതിർപ്പിന് വിധേയമാവുകയും അതിനെ തുടർന്ന് ഒടുവിൽ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുകയും അവിടെ നിന്ന് അള്ളാഹുവിന്റെ മഹാത്ഭുതം എന്നുള്ള നിലക്ക് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തതിനു ശേഷം ആ നാട് വിടാൻ, നാട്ടിലുള്ള തന്റെ കുടുംബങ്ങളെയും എല്ലാവരെയും വിട്ടേച്ച് ഹിജ്റ നടത്തുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിക്കുകയുണ്ടായി. അദ്ദേഹം അവർക്കിടയിൽ തന്നെ, ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്ര പോവുകയാണ്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ തീർന്നിരിക്കുന്നു, എന്റെ എല്ലാ ശ്രമങ്ങളും നിങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം കൂടി ആയതിനു ശേഷം നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പോവുകയാണ്. ഇനി എനിക്ക് നിങ്ങളുമായി ബാധ്യതകളില്ല, എനിക്ക് നിങ്ങൾക്കിടയിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടു പോകുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എവിടേക്കാണ്, ഏത് ലക്ഷ്യത്തിലേക്കാണ് എന്ന കാര്യത്തിൽ എന്റെ റബ്ബ് എന്നെ വഴി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ഏകനായി, ആരോഗ്യമില്ലാതെ ഒരൊറ്റത്തടിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നിറങ്ങുകയാണ്. അങ്ങനെയുള്ള ആ യാത്ര അദ്ദേഹം തുടർന്ന് പിന്നീട് കുറെ കാലത്തിന് ശേഷം ആണ് അള്ളാഹു വാർദ്ധക്യമെത്തിയ സാഹചര്യത്തിൽ തന്നെ താങ്ങാൻ, തനിക്ക് പിൻഗാമിയാകുവാൻ തനിക്കാരുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലാണ് അള്ളാഹുവോട് അദ്ദേഹം റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹുകളിൽ നിന്ന് എനിക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയ്ക്കുത്തരമായി വളരെ പ്രായമായ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ ജനിക്കുകയാണ്. ഇസ്മായിൽ ജനിച്ച് ചെറിയ പ്രായത്തിൽ അവൻ ജനിച്ചു വളർന്ന്, അതിനുള്ള ഇടയിലുള്ള കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജനിച്ചു വളർന്ന് ഏതാണ്ട് ഒരു പ്രായമെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ജീവിത കാര്യങ്ങളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഒക്കെയും വാപ്പാന്റെ കൂടെ നടന്ന് സഹായിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കും പ്രായത്തിലേക്കുമൊക്കെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു വന്ന സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വിശ്വാസത്തെയും സമർപ്പണത്തെയും അതികഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. വഹി ലഭിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക്. സ്വന്തം മകനെ ബലിയറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. നരബലി എന്ന് പറയുന്നത് അക്കാലത്ത് അത്ര വിസ്മയകരമായ അല്ലെങ്കിൽ അപരിചിതമായ കാര്യമായിരുന്നില്ല. പലതരത്തിലുള്ള മതസമൂഹങ്ങളിലും നരബലി ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയായിട്ട് നിലവിലുണ്ടായിരുന്ന കാലമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു, സ്വപ്നദർശനമുണ്ടാകുന്നു. ആ സ്വപ്നദർശനം പ്രവാചകന്റേത് വഹിയാണ്. ആ വഹിയുടെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധമാകുന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അതിനു മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നുകിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതല്ലാത്ത മറ്റു വഴികളില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാര്യങ്ങൾ അള്ളാന്റെ കൽപ്പന ശിരസാ വഹിക്കുവാൻ തീരുമാനിച്ചുറച്ചു.
എന്നിട്ട് മകനോട് വിവരം പറഞ്ഞു. മകൻ വഴങ്ങിയാലും ഇല്ലെങ്കിലും ആ വാപ്പാക്ക്, ആ പ്രവാചകന് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടേണ്ടിയിരുന്നു. പക്ഷേ മകനോട് കാര്യങ്ങൾ അന്വേഷിച്ചു, മകനോട് വിവരം പറഞ്ഞു. മകൻ അത്ഭുതകരമായ, വിസ്മയകരമായ പ്രതികരണം നടത്തി. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യാ ബുനയ്യ എന്ന് വിളിച്ചാണ്, പൊന്നുമകനെ എന്ന് വിളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് വിവരങ്ങൾ പറഞ്ഞതിനോട് മകന്റെ മറുപടി, മകന്റെ തിരിച്ചുള്ള പ്രതികരണം യാ അബതി, എന്റെ ആദരണീയനായ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. താങ്കൾ കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് കൽപ്പന വന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ പിന്നെ അപ്പുറവും ഇപ്പുറവും നോക്കാനില്ല. കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് നടപ്പിലാക്കുക. ദൈവകൽപ്പന നടപ്പിലാക്കുന്നതിന്റെ മുമ്പിൽ പേടിച്ചും വിറച്ചും ചഞ്ചലപ്പെട്ടും അതിന് വഴങ്ങാതെ തടസ്സം നിൽക്കുന്ന ഒരാളായി എന്റെ വാപ്പാക്കൊരിക്കലും എന്നെ അനുഭവിക്കേണ്ടി വരികയില്ല. മറിച്ച് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാന്റെ മശീഅത്ത് കൂടി ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി വന്നു ചേർന്നാൽ എന്നെ അള്ളാന്റെ കൽപ്പന അതെത്ര കടുത്തതായാലും, അത് ജീവൻ തന്നെ പോകുന്ന കളിയാണെങ്കിലും അതിനു മുമ്പിൽ വഴങ്ങിത്തരുന്ന, അതിനു മുമ്പിൽ സുബറോടെ, സ്ഥൈര്യത്തോടെ, ധൈര്യത്തോടെ, ചഞ്ചലപ്പെടാതെ നിലകൊള്ളുന്ന ഒരു മകനായി വാപ്പാക്ക് എന്നെ അനുഭവിക്കാൻ കഴിയും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. എങ്ങനെയാണ് ആ കർമ്മം, ആ സങ്കീർണമായ ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ വാപ്പാക്ക് ഉപദേശങ്ങൾ കൊടുത്ത് കമിഴ്ന്നു കൊടുത്തു ആ മകൻ. അങ്ങനെ ബലിയറുക്കാനുള്ള എല്ലാം കഴിഞ്ഞു. ബലി അറുക്കുക എന്ന കർമ്മമല്ലാത്തതെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലലും തക്ബീർ ചൊല്ലലും, അറവിന് മുമ്പുള്ള ബിസ്മി ചൊല്ലലും തക്ബീർ ചൊല്ലലും അടക്കം പൂർത്തിയായി. കത്തി വലിക്കുന്ന നേരത്താണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിയുണ്ടായത്. ഇബ്രാഹിമിനെ വിളിച്ചു അല്ലാഹു. എന്നിട്ട് പറഞ്ഞു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നീ കൽപ്പന പാലിച്ചിരിക്കുന്നു, കൽപ്പനയെ അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും അത് നടപ്പിലാക്കാൻ സന്നദ്ധനാവുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ മുബീൻ. ഞാൻ ഒരിക്കലും നിന്റെ മകന്റെ ജീവനെടുക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല, രക്തം കാണാൻ ഉദ്ദേശിച്ചിട്ടല്ല, ഒരു ജീവനെ വെറുതെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഈ കൽപ്പന നൽകിയത്. ഇത് നിനക്കുള്ള വളരെ സ്പഷ്ടമായ ഒരു പരീക്ഷണം മാത്രമായിരുന്നു, നിനക്കും മകനുമുള്ള പരീക്ഷണം മാത്രമായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, ലോകത്തെ എന്നേക്കുമായി നരബലിയെ നിരോധിച്ചുകൊണ്ട്, നരബലിയെ ഇല്ലാതാക്കിക്കൊണ്ട്, അള്ളാഹുവിന് മനുഷ്യന്റെ ജീവനെടുക്കുന്ന നരബലികൾ അള്ളാഹുവിന് സ്വീകാര്യമല്ല എന്ന തീരുമാനമുണ്ടായിക്കൊണ്ട് അതിന് പകരം മൃഗബലിയെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അള്ളാഹു തന്നെയും ഒരു വലിയ അറുക്കാനുള്ള ആടിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സമ്മാനിക്കുകയും അതറുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമർപ്പണത്തിന്റെ പ്രതീകത്തെ, സിംബലിനെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നതാണ് ആ കഥ. അവിടെ നിന്നോട്ടാണ് ഉളുഹിയ്യത്ത് ഇബ്രാഹിമി മില്ലത്തിൽ ഒരു സവിശേഷമായ കർമ്മമായി. മൃഗബലി എന്ന് പറയുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള, അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സൽക്കർമ്മമായി നിശ്ചയിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം. അത് എല്ലാ കാലത്തേക്കുമുള്ള, ഇബ്രാഹിമി മില്ലത്തിന് തുടർന്നു വരുന്ന എല്ലാ മതസമൂഹങ്ങൾക്കുമുള്ള ഒരാരാധനയായി, ഒരാരാധന എന്നതിനപ്പുറം ദീനിന്റെ, ഈ മില്ലത്തിന്റെ സവിശേഷമായ ഒരു ശഈറത്തായി, മിൻ ശആഇരില്ല അല്ലെങ്കിൽ മിൻ ശആഇരിദ്ദീൻ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നം, അള്ളാഹുവിന്റെ പ്രതീകങ്ങളിൽപ്പെട്ട ഒരു പ്രതീകം, അല്ലെങ്കിൽ ഈ ദീനിന്റെ ഒരു പ്രതീകം എന്നുള്ള നിലക്ക് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കർമ്മമാകുന്നു ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിലേക്കുള്ള തഖർറുബ്, ഖുർബത്ത്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് കാലികളെ ബലിയറുക്കുന്നതിനാണ്
ഉളഹിയത്ത് എന്ന് പറയുന്നത്. കാലികളെയാണ് ബലിയറുക്കേണ്ടത്. ഉളഹിയത്തിന്റെ ഹുക്മിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അബൂ ഹനീഫ അത് നിർബന്ധ കർമ്മമാണ്, വാജിബായ കർമ്മമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം മദ്ഹബുകളുടെയും അഭിപ്രായം അനുസരിച്ച് അത് പ്രബലമായ സുന്നത്ത് മാത്രമാണ് എന്നതാണ്. അപ്പൊ അത് എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം അത് വാജിബാണ് എന്ന് കരുതാൻ മാത്രം പോന്നതാണ്. ആർക്കെങ്കിലും മൻ വജദ സഅതൻ വലം യുദഹി ഫലാ യഖ്റുബന്ന മുസല്ലാന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ശേഷിയുണ്ടായിട്ടും ഉദ്ഹിയത്ത് എടുക്കാത്തവൻ നമ്മുടെ മുസല്ലകളിലേക്ക് അടുക്കാതിരിക്കട്ടെ എന്നാണ് റസൂലിന്റെ ആ വചനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അത്ര പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമാണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ഇനി ഉദ്ഹിയത്ത് അറുക്കേണ്ടത് എന്താണ്? ഉദ്ഹിയത്ത് അറുക്കേണ്ടത് മിൻ ബഹീമത്തിൽ അൻആം എന്നതാണ് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട പ്രയോഗം നടത്തിയിട്ടുള്ളത്. ബഹീമത്തുൽ അൻആം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒട്ടകമോ പശുവർഗത്തിൽപ്പെട്ട മൃഗങ്ങളോ അതേപോലെ തന്നെ ആടുവർഗത്തിൽപ്പെട്ട മൃഗങ്ങളോ ആണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഏകോപിച്ചുള്ള അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അതല്ലാത്തത് അറുത്താൽ ഉളഹിയത്തിന്റെ നീയത്തിൽ തന്നെ അറുത്താലും അത് ഉളഹിയത്താവുകയില്ല എന്നതാണ്. നമ്മുടെ കാലത്ത് ഖുർആനെ ദുർവ്യാഖ്യാനം നടത്തുകയും ഹദീസ് നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും അതിലെ ഹദീസുകളെയും പ്രവാചകന്റെ ചര്യയെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉളഹിയത്താണെങ്കിൽ പിന്നെ എന്തിനെങ്കിലുമൊക്കെ അർത്താൽ മതി, അപ്പൊ അത് കോഴിനർത്താലും താറാവിനർത്താലും ഒക്കെ ഉളഹിയത്താകും എന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ ചിലർക്കെങ്കിലും വെറും യുക്തിയുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രമാണങ്ങൾ പലപ്പോഴും ഖുർആനും സുന്നത്തും അല്ലാതാവുകയും അപ്പോൾ തോന്നുന്ന നമ്മുടെ യുക്തി മാത്രം അവലംബിച്ച് നമ്മൾ ദീനിൽ വിധി പറയാൻ മുതിരുകയും ചെയ്യുമ്പോൾ നമ്മളിൽ പലർക്കും അത് ശരിയാണല്ലോ എന്ന് തോന്നും. എന്താ ആടിനർത്താൻ ശരിയാവുമെങ്കിൽ ആടിനെ ഒന്നും അറക്കാൻ പറ്റാത്ത ഒരാള് കോഴിനർക്കാൻ കഴിയുന്നത് കോഴിനർത്താലും ഉദ്ഹിയത്തിന്റെ കൂലി കിട്ടണ്ടേ എന്നൊക്കെ നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ആലോചിക്കും. പക്ഷേ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ എന്ന് പറയുന്നത് ആ ഇബാദത്തുകൾ അങ്ങനെ നമ്മൾ നമ്മുടെ യുക്തി വെച്ച് തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളല്ല അതിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇബാദത്താകുന്നത് ഒന്നാമതായി അത് പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമാകുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. രണ്ടാമതായി ആ കർമ്മം പ്രവാചക ചര്യയെ പിൻപറ്റിക്കൊണ്ട് നിർവഹിക്കുമ്പോഴും മാത്രമാണ് ഒരു ആരാധനയായി മാറുന്നത്. പ്രവാചക ചര്യയിൽ അങ്ങനെയില്ല. അപ്പൊ അതേ സമയത്ത് ഒരാൾ പെരുന്നാൾ ദിവസം കോഴിനെ അറുത്തിട്ട് അയാൾക്ക് കോഴിയെ അറുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോഴിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി പാവപ്പെട്ട അയലോകത്തുള്ള പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്താ അത് കുറ്റാണോ? അത് കുറ്റമൊന്നല്ല. അയാൾക്കൊരു കോഴിനറുത്ത് അതിന്റെ മാംസം സ്വതക്ക കൊടുത്തതിന്റെ കൂലി കിട്ടും. പക്ഷേ അത് ഉളഹിയത്തല്ല. ഉളഹിയത്ത് ദീനിലെ വളരെ സവിശേഷമായ മറ്റൊരു ആരാധനാ കർമ്മമാണ്. അത് ഈ പറഞ്ഞ 3 വർഗങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ അറുക്കുമ്പോഴാണ് അത് നടക്കുന്നത്. അതിന് സവിശേഷമായ ചില ഷർത്തുകളും കാര്യങ്ങളും അതിന്റെ സമയം ബലിപെരുന്നാൾ ദിവസം നമസ്കാരത്തിന് ശേഷം അയ്യാമുൽ തശ്രീഖിന്റെ 3 ദിനങ്ങളിൽ അവസാനത്തെ ദിനം മഗ്രിബ് നമസ്കാരത്തിന് മഗ്രിബ് ആകുന്നതിന് മുമ്പ് വരെ അറുത്ത് വിതരണം ചെയ്യാവുന്ന കാര്യമാണ് ഉളഹിയത്ത് എന്ന് പറയുന്നത്. ദീനിൽ അതുമായി ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ രീതി എന്ന് പറയുന്നത് ഒരാൾ ബലിയറുക്കുകയും ആ ബലിയറുത്തതിന്റെ ഒരു 1/3 സ്വന്തത്തിനും കുടുംബത്തിനും ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും 1/3 ഇഷ്ടക്കാർക്ക് അഥവാ കൂട്ടുകാർ അയൽപ്പക്കക്കാർ എന്നിവർക്ക് ഹദിയയായി സ്നേഹസമ്മാനമായി കൊടുക്കാൻ ഉപയോഗിക്കുകയും ബാക്കി 1/3 ഭാഗം നാട്ടിലെ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ രീതി. ഒരു ബലിയറുക്കുന്നയാൾ ബലിമാംസത്തിൽ നിന്ന് തിന്നൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ തിന്നുന്നത് സുന്നത്താണ്. പ്രത്യേകിച്ചും അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ ബലിയറുക്കുമ്പോൾ അവർ ആ ബലിമാംസത്തിൽ നിന്ന് തിന്നാൻ അറപ്പും പിന്നെ വെറുപ്പും പ്രകടിപ്പിച്ചിരുന്നു. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത് ഞങ്ങൾ തിന്നുകയില്ല എന്ന ഒരു ദുരഭിമാനം ജാഹിലിയ്യ കാലഘട്ടത്തിലെ സമൂഹങ്ങൾക്കുണ്ടായിരുന്നു. അതിനെ തിരുത്തിക്കൊണ്ടാണ് ദീനിലെ ഇസ്ലാമിലെ ബലികർമ്മത്തെക്കുറിച്ച്
വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിർദ്ദേശം നൽകിയപ്പോ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഭക്ഷിക്കൽ ശ്രേഷ്ഠമായ കാര്യമാണ്. ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് അതിൽ നിന്ന് സ്വതക്ക ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. സ്വയം തിന്നണമെന്നും ചോദിച്ചു വരുന്ന ദരിദ്രന്മാർക്കും ചോദിച്ചു വരാതെ അഭിമാനബോധം കൊണ്ട് നിങ്ങളോട് ചോദിച്ചു വരാത്ത പാവങ്ങളെയും കണ്ടെത്തി അവർക്ക് ഇതിൽ നിന്ന് സ്വതക്കയായി കൊടുക്കണം എന്നും വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ആ രീതിയിലാണ് ബലിമാംസം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് മറ്റൊരു കാര്യം. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഒരാൾ സ്വന്തം നാട്ടിൽ സ്വന്തമായിട്ട് ബലിയറുക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ വരുന്ന പല യുക്തിയുടെ മാത്രം അടിസ്ഥാനത്തിലുള്ള സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ നമ്മളും കരുതും ശരിയാണല്ലോ. മൃഗങ്ങളെ കഴുത്തിൽ കത്തിവെച്ച് അതിന്റെ കഴുത്തിൽ നിന്ന് ചീറ്റുന്ന രക്തത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനൊന്നുമല്ല അള്ളാഹു. അങ്ങനെ ക്രൂരനൊന്നുമല്ല, ക്രൂര മനസ്സുള്ള ആളൊന്നുമല്ല. അള്ളാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് മൃഗങ്ങളെ അറുക്കുക ഹിംസ അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉളുഹിയത്ത് അറുക്കണ്ട. അതിന്റെ പൈസ കൊണ്ട് പാവങ്ങളെ സഹായിച്ചാൽ മതി. അവർക്ക് കക്കൂസ് ഉണ്ടാക്കുകയോ അവർക്ക് വീടുണ്ടാക്കുകയോ അടുക്കള ഉണ്ടാക്കുകയോ ചെയ്താൽ മതി. നിങ്ങൾ അതിനുള്ള പൈസ നമ്മളെ എടുത്ത് തരും എന്നൊക്കെ പറഞ്ഞ് വളരെ വശ്യമായി സംസാരിച്ച് നമ്മളെ ചാക്കിലാക്കുന്ന പരിപാടി എല്ലാ സമയത്തും ഉണ്ട്. ഈ ബലിപെരുന്നാളിന്റെ സന്ദർഭത്തിലും അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് ദീനിന്റെ ചിഹ്നവും ദീനിലെ ഒരു ആരാധനയുമാണ്. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മൃഗത്തെ ബലിയറുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുക എന്നതാണ്. ആ ലക്ഷ്യം ബലിയറുക്കുക എന്ന ഒരു കർമ്മം കൊണ്ടല്ലാതെ മറ്റൊരു കർമ്മം കൊണ്ടും സാധ്യമാവുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാരോട് പല ഘട്ടങ്ങളിലും ആളുകൾ ഫത്വ ചോദിച്ചിട്ടുണ്ട്. ഒരാളുടെ മുൻപിൽ പാവപ്പെട്ട ഒരു രോഗി ചികിത്സക്ക് വകയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു രോഗിയുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ എപ്പോഴും അത്തരം കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാൾ തന്റെ ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള പൈസ ഉദ്ഹിയ്യത്ത് അറുക്കാതെ അവർക്ക് കൊടുത്താൽ പറ്റുമോ? അത് ഉദ്ഹിയ്യത്തിന് പകരമാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിന് ഫത്വ നൽകിയിട്ടുള്ളത് അങ്ങനെയായാൽ ശരിയാവുകയില്ല. ഒരാൾക്ക് എന്ത് ചെയ്യാം? അയാൾ നിർബന്ധമായും സഹായിക്കാൻ ബാധ്യതയുള്ള ഒരാൾ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് സുന്നത്തായ ഉദ്ഹിയ്യത്ത് അയാൾക്ക് അറുക്കണ്ട എന്ന് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അയാളുടെ കയ്യിൽ ആകെ കുറച്ച് കാശേ ഉള്ളൂ. ബലി അറുക്കാൻ നിന്നാൽ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിന്നാൽ ഇയാളെ സഹായിക്കാൻ പറ്റൂല. ഇയാളെ സഹായിക്കാൻ മറ്റാരുമില്ല. ഇയാളെ താൻ തന്നെ സഹായിക്കാൻ നിർബന്ധവുമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാളെ സഹായിച്ചതിന് ശേഷം ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഇയാൾക്ക് കാശില്ലെങ്കിൽ ഇയാൾ ഉദ്ഹിയ്യത്ത് അറുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു കുറ്റവുമില്ല. അതേസമയത്ത് ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിനൊന്നും വലിയ കാര്യമില്ല, പാവങ്ങളെ സഹായിക്കലാണ് വലിയ കാര്യം എന്ന് കരുതി ഒരാൾ ഉദ്ഹിയ്യത്തിനെ അവഗണിച്ച് ആ കാശ് ഇങ്ങനെ നാട്ടിലുള്ളവർ മുഴുവൻ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിൽക്കേണ്ടതില്ല. അതിന്റെ കാശ് കൊണ്ട് നാട്ടിലൊരുപാട് ആവശ്യക്കാരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. അത് വലിയ അപരാധമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ദീനിന്റെ ഒരു ശഈറത്തിനെ തള്ളിക്കളയലാണ്. രണ്ടാമത് ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ഖുർആനിന്റെ ഒരു ദുർവ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ നാം തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. നമ്മളെപ്പോഴും ബലികർമ്മവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആയത്താണത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. ഈ ബലിയറുത്ത മൃഗങ്ങളുടെ മാംസങ്ങളോ അതുപോലെ തന്നെ അതിന്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വ മാത്രമാണ് എന്നതാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്തു? ദുർവ്യാഖ്യാനിച്ചു. എങ്ങനെ? അപ്പൊ തഖ്വയാണ് പ്രധാനം, ബലിയറുക്കലൊന്നല്ല. അള്ളാഹ്ക്ക് നമ്മൾ ബലിയറുത്തിട്ട് അതിന്റെ മാംസം ഒന്നും കിട്ടേണ്ട കാര്യമൊന്നുമില്ല. തഖ്വ ഉണ്ടായാൽ മതി. തഖ്വ ഉണ്ടായിട്ട് നമ്മൾ ആ കാശ് എങ്ങനെ ചെലവഴിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്ന് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അത് ഖുർആനിനെ എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ജാഹിലിയ്യ കാലഘട്ടത്തെ മക്കയുടെ മുശ്രിക്കുകളുടെ രീതി എന്താണെന്ന് വെച്ചാൽ അവർ ബലിയറുക്കും. ബലിയറുത്തിട്ട് ആ ബലിയറുത്തതിന്റെ മാംസം അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു, തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന രീതിയിൽ കഅബയുടെ ചുമരുകളിൽ വാരിത്തേക്കും.
രണ്ടാമത്, ഈ ബലിമൃഗത്തിന്റെ നല്ല മാംസം എടുത്തിട്ട് കഅബയുടെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് അഭിമാനം പ്രകടനം നടത്തും. കണ്ടില്ലേ, ഞങ്ങളർത്ത് ഇത്ര നല്ല, അതിന്റെ ഞങ്ങളർത്ത കുറവ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അഭിമാന പ്രകടനം നടത്തും. ഉള്ളിൽ ഒട്ടുമേ ഈമാനില്ലാതെ പുറമേക്ക് ജാഹിലിയത്തിന്റെ ദുരഭിമാനം പ്രകടിപ്പിക്കാനുള്ള രീതിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളും ഒരു വേള അങ്ങനെ ചെയ്യും ബലികർമ്മത്തിൽ എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്, അമ്മാതിരി ദുരാചാരങ്ങൾ ബലികർമ്മത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തരുത്. കാരണം നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന രക്തമോ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന മാംസമോ ഇതൊന്നുമല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്. ആ ബലിയെറുക്കുമ്പോഴും ആ ബലിയെറുക്കുന്നതിന് ഒരുങ്ങുമ്പോഴും ബലിയെറുത്തതിന് ശേഷവും നിങ്ങളുടെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനോടുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ബോധം അവിടേക്കാണ് അള്ളാഹു നോക്കുന്നത്. എന്ന് പറഞ്ഞാല് ബലി അറുക്കാതെ തഖ്വണ്ടായ മതി എന്നല്ല അതിന്റെ അർത്ഥം. ബലി അറുത്തോ എന്നതല്ല പ്രധാനം, ബലി അറുത്താലും തഖ്വയുണ്ടോ എന്നതാണ് പ്രധാനം. ഈ ആയത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, തഖ്വ മതി ബലിയെ റദ്ദ് ചെയ്യാൻ, ഉദ്ഹിയത്തിനെ റദ്ദ് ചെയ്യാൻ ഈ ആയത്ത് ദുർവ്യാഖ്യാനം നടത്തുന്നത് ഇസ്ലാമിൽ സ്വീകാര്യമല്ല. ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും അത് അംഗീകരിക്കുകയില്ല. സുന്നത്തിനെ നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമല്ലാതെ അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം സാധ്യവുമല്ല. അതുകൊണ്ട് ഉദ്ഹിയത്ത് വളരെ സവിശേഷമായി നിർവഹിക്കേണ്ടുന്ന ഈ ശഈറത്തിനെ നമ്മുടെ ഉമ്മത്തിൽ നിലനിർത്തേണ്ടുന്ന ഒരു സന്ദർഭവും ദിവസങ്ങളുമാണ് കടന്നു വരാൻ പോകുന്നത്. ദീനിന്റെ ചുരുക്കങ്ങൾ ഓരോന്നോരോന്നായും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളാൽ തന്നെ തകർക്കപ്പെടുന്ന ദീനിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ധാരാളക്കണക്കാണ്. നമ്മൾ വിട്ടുകൊടുക്കാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചിഹ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇന്നലെ യുപിയിൽ നിന്ന് വന്നിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് 200 ചില്ലാനം മദ്രസകൾ, അതേപോലെ തന്നെ 20-30 പള്ളികൾ, 5-6 മഖ്ബറകൾ, 6 ഈദ്ഗാഹുകൾ, ഇതൊക്കെയും രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ബുൾഡോസിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അള്ളാന്റെ ചിഹ്നങ്ങൾ, അള്ളാന്റെ ഷാഇറുകൾ, അതാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറയാൻ നമ്മൾ വിട്ടുകൊടുക്കാതെ തന്നെ വിട്ടുപോകുന്ന ഷാഇറുകൾ ധാരാളം ഉണ്ടായിരിക്കെ ദീനിൽ അവശേഷിപ്പിക്കേണ്ടുന്ന, നിലനിർത്തേണ്ടുന്ന വരും തലമുറക്ക് ഇതൊക്കെ ദീനിന്റെ സവിശേഷമായ ചിഹ്നങ്ങളും രീതികളും ദൈവ സാമീപ്യത്തിനുള്ള മഹത്തായ ആരാധനകളുമാണെന്ന് വരും തലമുറകൾക്ക് പ്രായോഗികമായി മാതൃക കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ തുരങ്കം വെക്കാനുള്ള ഇസ്ലാമിക വിരുദ്ധമായ, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ശ്രമങ്ങൾ തിരിച്ചറിയുകയും ഏറ്റവും കരുത്തിൽ സാധ്യമാവുന്നവരൊക്കെയും പങ്കാളിത്തത്തോടുകൂടി ഉദ്ഹിയത്ത് എന്ന് പറയുന്ന സവിശേഷമായ ദുൽഹജ്ജ് മാസത്തിലെ സവിശേഷമായ ദിനങ്ങളിൽ നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന അള്ളാഹുവിന് പ്രിയങ്കരമായ ഏറ്റവും മഹത്തായ കർമ്മം എന്നുള്ള നിലക്ക് ആ കർമ്മം നിർവഹിക്കുവാനും നമ്മൾ തയ്യാറെടുക്കുക, അതിനുള്ള സാമ്പത്തികമായ മുന്നൊരുക്കം നടത്തുക, അതിനുള്ള മാനസികവും ഈമാനികവുമായ മുന്നൊരുക്കം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് അവന്റെ ദീനിന്റെ ശആഇറുകളെ ഉയർത്തിപ്പിടിച്ച് ഇസ്സത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം, അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കി തന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا في غزة اللهم انصر إخواننا في الضفة الغربية اللهم انصر إخواننا في فلسطين وفي سائر أنحاء العالم يا ذا الجلال والإكرام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.